ക്ലാസ്സിന്റെ വിധികർത്താക്കളെ, എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ശാന്തമായ പുൽക്കൂടിന്റെ കുളിരിൽ മാനത്ത് വരുന്ന നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ക്രിസ്മസിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ക്രിസ്മസ് എന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, അത് ദൈവം മനുഷ്യനായി പിറന്നു എന്ന മഹത്തായ സത്യത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. ഈ ലോകത്ത് പാവപ്പെട്ടവരെയും ദുർബലരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമാണ് ദൈവം ആദ്യം തിരഞ്ഞെടുത്തത്. ദരിദ്രർക്കും ആട്ടിടയന്മാർക്കും വേണ്ടിയാണ് ആ നക്ഷത്രം ആദ്യമായി പ്രകാശിച്ചത്. എന്നാൽ നാം ഇന്ന് ആഘോഷിക്കുന്ന ക്രിസ്മസ് അതിന്റെ യഥാർത്ഥ ശോഭയിൽ നിന്ന് അകന്നു പോകുകയാണോ എന്ന് നാം ചിന്തിക്കണം. വർണ്ണ വിളക്കുകളും വിലകൂടിയ സമ്മാനങ്ങളും കേക്കുകളുടെ മധുരവും ഇതിനപ്പുറം മറ്റുള്ളവരെ വേണ്ടി പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്തു പറയാം. നമ്മുടെ അയൽപ്പക്കത്ത് ഒറ്റപ്പെട്ടു പോയ വൃദ്ധൻ, ആ തെരുവോരത്ത് തണുപ്പിൽ വരയ്ക്കുന്ന ആ കുട്ടി, ഒരു വാത്സല്യവാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരെയെല്ലാം നാം മറന്നു പോകുമ്പോൾ ആ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം വെറും പൊള്ളയായ കാഴ്ചകൾ മാത്രമായി മാറും. വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരേവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഹൃദയത്തിലെ പകയുടെയും വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും മഞ്ഞ് മാറ്റാം. ഈ ക്രിസ്മസ് ദിനം മറ്റുള്ളവർക്ക് ഒരു നല്ല ക്രിസ്മസ് ദിനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.